കഥയുണ്ടോ ഒന്നും ഇന്ന് ആരും വന്നില്ല. ഇന്നൊരു വേട്ടാവളയെ വന്നിട്ട് ഇഷ്ടായില്ല. എടാ ഇന്നൊരു വേട്ടാവളയെ വന്നടാ. ഒരു കസ്റ്റമർ ഒരു 25 വയസ്സ്, കുളിയില്ല, ചപോലെ ഒന്നുമില്ല, മൊത്തം കാട്. അയ്യേ ഞാൻ അതിനെങ്ങനെയാടാ വട്ടിൻ്റെ ഇത് മൈര് തൊലി ഉരിഞ്ഞു പോയി. എടി ശരണ ഇന്നൊരു ചക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആള് ചെറിയ ചക്കനെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എവിടെയാ നാട്? മലപ്പുറമാണെന്ന് തോന്നുന്നു. മുസ്ലിം അല്ല, സാധനം തീരെ ചെറുത്. പോവല്ലേ ഷെമീർക്ക്? സാധനമാണ് തീരെ കുഞ്ഞത്, തുമ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കില്ല. എന്നിട്ട് പിന്നെ ഞാന് പക്ഷെ പാവായിരുന്നു കേട്ടോ. ആള് പാവായിരുന്നേ, ശുദ്ധനാ. പക്ഷെ തീരെ വൃത്തിയില്ല. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊക്കെയാണ്. മീശയും താടിയൊക്കെ ഉണ്ട്. പക്ഷെ പഠിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ആദ്യമായിട്ട് തന്നെയല്ല. പക്ഷെ താഴ്ഭാഗം നല്ല കാടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ ഈ സാധനം ഉറങ്ങിക്കിടക്കുന്നു. അല്ല ഒന്നും ഇല്ല പറയാൻ അതിന്. അയ്യോ അയ്യ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാട് വളർത്തുന്ന ആണുങ്ങളോട് കൂടുതൽ ഇഷ്ടമല്ല. നമുക്ക് പിടിക്കാനെങ്കിലും വേണ്ടത് പിടിക്കാൻ പോലും ഇല്ല. അയ്യേ അവനൊക്കെ കല്യാണം കഴിച്ച് എന്താക്കുമെന്തോ. സത്യം, ഇവരൊക്കെ കല്യാണം കഴിച്ച എന്താ അല്ലേ? കിട്ടുന്ന പെണ്ണ് വേറൊരുത്തിന്റെ കൂടെ പോകും, ഉറപ്പാ, ഷുവറാ. ഒട്ടുമില്ല ചെക്കന്. എനിക്ക് പാവം തോന്നി. ആടാ എനിക്ക് ദേഷ്യം വന്നു, എല്ലാം വന്നു. ചേച്ചി ഞാൻ കല്യാണം കഴിക്കാൻ പോവുക ആണോ? ചെറിയ സാധനമുള്ളവർക്ക് ജീവിക്കേണ്ടേ? അത് സത്യം. അയ്യോ ഇത് അതിനും ചെറുതടാ. സങ്കടം തോന്നി എനിക്ക് കണ്ടിട്ട്. ചക്ക നല്ല സുന്ദരൻ കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ചുള്ളൻ ചക്ക. പക്ഷെ പുളി വൃത്തിയില്ല, നീറ്റല്ല. ചേച്ചിയുടെ സാധനം കുളം ആയിക്കൊണ്ടിരിക്കും. എന്റെയോ? ഞാൻ പൂറ് കൊടുക്കാറില്ല കുളാവൻ. നീ വന്നൊന്നും നോക്ക് കുളമാണോ അല്ലോ ഒന്നും. ഓക്കെ ചേട്ടാ, നീ വന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും കുളമാണോ അല്ലയോ ഒന്നും. ഓക്കെ, ദൈവം അവനും അതേ കൊടുത്തുള്ളൂ. അത് ചെറുതല്ല, നിന്റെ വലുതായതുകൊണ്ടാ. ആണോ? നീ ഒന്ന് വന്ന് തപ്പി നോക്കട എന്റെ വലുതാണോ ചെറുതാണോ, അപ്പൊ മനസ്സിലാവും കേട്ടോ. ഹായ്, ഞാൻ പണ്ണാൻ കൊടുക്കാറില്ല ആർക്കും കേട്ടാ. തരുമോ? കുനിഞ്ഞിന്ന് കുണ്ണ മുഞ്ച് കാല് നീട്ടി അങ്ങ് ഇരുന്നോ, അപ്പൊ കിട്ടും. ചേച്ചിയുടെ മുല ടീ ബാഗ് പോലെ തൂങ്ങി. ആ മുല തൂങ്ങി. എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കൾ പാല് കുടിച്ച് ഇച്ചിരി വലിപ്പമുണ്ട്, ചാടും. അപ്പൊ ചാടി നമുക്ക് നിർത്തി വയ്ക്കാൻ പറ്റുമോ? അതേ സമ്മതിച്ചു തരും. ചാടിയിട്ടൊക്കെ ഉണ്ട് മുലയും ചാടിയിട്ടുണ്ട്, വയറും ചാടിയിട്ടുണ്ട്. മറ്റേത് കൊളാണെന്ന് ഞാൻ പറയുന്നത് വന്ന് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന് കുണ്ണ നോക്കാൻ പറ്റൂലല്ലോ. അത് ന്യായം. ഇപ്പൊ എല്ലാരും നോക്കുക കേട്ടോ, നോക്കിയിട്ട് കിട്ടും. ഒന്ന് തടവി നോക്കണം, ഒന്ന് തടവെങ്കിലും നോക്കണം. പക്ഷെ എന്റെ ഭർത്താവുണ്ട് കേട്ടോ, എന്റെ കെട്ടിയൻ, അവൻ പൊളി കേട്ടോ, ഉള്ളത് ഞാൻ പറയും. അതൊരു രക്ഷയില്ല, അതൊരു എമണ്ട സാധന. അത് ഞാൻ ഡൈവോഴ്സ് ആയെങ്കിലും എൻ്റെ 3 മക്കളുടെ തന്ത, എൻ്റെ കെട്ടിയെന്ന് പറഞ്ഞ പുറിമൻ, അവൻ പൊള്ളി കേട്ടോ, അതൊരു രക്ഷയില്ല. എനിക്കൊന്നും കണ്ടു, അത് പൊള്ളി കേട്ടോ, അത് വേറെ വൈബ്. അത് ഞാൻ പറയും, അതൊരു ഒന്നൊന്നര സാധന. ഇപ്പൊ വന്നാൽ വല്ലതും നടക്കുമോ? ഇല്ല. $1 ഞാൻ എല്ലാവരുടെ വിളിക്കുന്ന എമൗണ്ട് തന്നെയാ. 1 കുറച്ച് കൂടുതൽ. വാട്സപ്പ് നോക്ക്. മണിക്കൂറൊക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടാ, അതുകൊണ്ടാണ്. ഓക്കെ, എമൗണ്ട് ഒന്നും കുറയ്ക്കത്തില്ല. ഇത്ര നാൾ നമ്മൾ എമൗണ്ട് ചേട്ടൻ കുറച്ച് തന്നു, ഇനി എമൗണ്ട് കുറയ്ക്കത്തൊന്നുമില്ല. ഞാൻ ചേട്ടനെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ടാ
നീയാണ് ഞാൻ ജോബ് ചെയ്യുന്നതിൻ്റെ ആക്സിഡൻ്റായിട്ട് നാട്ടിൽ പോയില്ലേ, ഓർമ്മയുണ്ടോ? അത്രയ്ക്കും ഇഷ്ട. പക്ഷെ വാട്സപ്പിൽ പറയാം, എന്നാൽ കുറച്ചേരം കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ കുറച്ചേരം ലൈവിലിരിക്കട്ടെ, അപ്പോൾ പിന്നെ കുറച്ച് ഫ്രീഡം തരാം. വെറുതെ ഞാൻ കുറച്ചുകൂടി ലൈവ് ഇട്ട് എന്തായാലും സമയം കൂട്ടിത്തരാൻ കുഴപ്പമില്ല. ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ചേരം ലൈവ്, നിങ്ങൾ എന്താ ലൈവ് കണ്ടോണ്ടിരിക്കണേ ബിജി മാം? ഞാൻ കുറച്ചുകൂടെ ലൈവ് കട്ടാക്കിയിട്ട് വന്നാൽ മതി, കുറച്ചേരം ലൈവ് അടുത്ത് വിളിക്കട്ടെ. എന്നാൽ ഓക്കെ ഓക്കെ എന്ന് പറ, എന്നാൽ ഞാൻ കുറച്ച് ടൈം കൂടുതൽ വരും. ഇല്ലെങ്കിൽ ഞാൻ ലൈവ് കട്ടാക്കി നിങ്ങൾ വന്നാൽ ഞാൻ സമയം തരില്ലേ, പിന്നെ വെപ്രാളായിരിക്കും. കുറച്ച് റിലാക്സ് ആണെങ്കിൽ ഞാൻ ലൈവ് കട്ടാക്കിയിട്ട് വന്നാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ഡൺ. ഞാൻ 2:30 ആകുമ്പോൾ ലൈവ് കിട്ടും, അപ്പോൾ കുറച്ച് ഫ്രീഡം കിട്ടും. ഇല്ലെങ്കിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെപ്രാളായിരിക്കും, എനിക്ക് ലൈവ് ഇടണമല്ലോ. പോവാ മതി, വേണ്ട ലൈവ് കഴിഞ്ഞു മതി. ഓക്കെ ഡൺ. കത്തും പാവ നമ്മുടെ റെഗുലറാ, പേടിക്കണ്ട. പാവം ചേട്ടനാ, ഉപദ്രവമൊന്നുമില്ല, പാവ. ആള് ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്, ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആൾ ഞാൻ ലൈവ് കട്ടാക്കുമ്പോൾ വന്നോളൂ, വേറെ വല്ലതാണെങ്കിലോ പോകുന്നൊരിക്കൽ പോകും. ആള് ചിത്തൻ, ആൾക്ക് വെറുതെ എൻ്റെ അടുത്ത് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മസാജും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ഇരിക്കണം എൻ്റെ അടുത്ത് കുറേ നേരം. പുള്ളിക്കാരന് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ഇങ്ങനെ പറയും, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പുള്ളിക്കാരൻ ആ ഒരു ഫ്രീഡം വേണം, അത്രേ ഉള്ളൂ. നല്ല ആളാ. ഓക്കെ ഡൺ, ബൈ ബൈ. പോവോ? കറുപ്പിനെ പ്രണയിച്ചവാ, എവിടെ, എന്ത് വിശേഷം? ഇല്ല, ഞാൻ 2:30 ഉറങ്ങും, 2:30 ലൈവ് കട്ടാക്കും. ഹായ് ബിജി, നീയല്ലേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേ? എനിക്ക് 2:30 പുറത്തു വേണം, ഉറക്കം വരുന്നു. യെസ്, പെണ്ണാണോ? ആണിന്റെ സൗണ്ട് കേട്ടെ. ഐ ലവ് യു ബ്ലാക്ക് മാൻ, ബൈ, ഗുഡ് നൈറ്റ്. എവിടെ പോവാ 2:30? അതന്നെ. നോ, മെയിലാണ്. മലയാളത്തിൽ പറ, മെയിലും എനിക്കറിയില്ല. പെണ്ണാ? K55 ഇന്ന് മഴക്കുണ്ടാക്കി, നിന്റെ ബ്ലോക്ക് അടിച്ചാ? ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നോ മോഡറേറ്റർമാര്? ഷെറിനുണ്ടായിരുന്നോ? ഷെറിന് മക്കളെ പറയുകയാണെങ്കിൽ ബ്ലോക്ക് അടിച്ചാൽ കേട്ടോ. ഓക്കെ.